വഞ്ചൂരിൽ വഴി തടഞ്ഞ് CPM ഏരിയ സമ്മേളന വേദി തയ്യാറാക്കിയത് മുൻ ഉത്തരവിന്റെ ലംഘനമാണെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. ആരൊക്കെയാണ് സമ്മേളനത്തിൽ പങ്കെടുത്തതെന്ന് കോടതി ചോദിച്ചു. സ്വമേധയാ കേസെടുക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും കോടതി. ചുമതലയുള്ള ഓഫീസർ കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്നും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. അഹമ്മദ് മുസ്തഫ ചെയ്യുന്നുണ്ട്. മുസ്തഫ, ഈ റോഡരികിലുള്ള കൊടുതോരണങ്ങൾ പോലും പാടില്ല എന്ന് പറഞ്ഞ കോടതിയാണ് ഈ കേസ് പരിഗണിച്ചത്. എന്തൊക്കെയാണ് കോടതി വിഷയത്തിൽ പറഞ്ഞത്? തന്നെ കഴിഞ്ഞ ദിവസം ഈ സമ്മേളനം നടത്തിയതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഒരു പൊതു താൽപര്യ ഹർജി വന്നിരുന്നു. കണ്ടംപ്റ്റ് കേസാണ്. കോടതി അലക്ഷ്യ നടപടി സ്വീകരിക്കണമെന്നതുൾപ്പെടെയുള്ളതായിരുന്നു ഈ ഹർജിയിൽ ആവശ്യം. പ്രധാനമായും മഞ്ചൂരിലെ CPM ഏരിയ സമ്മേളനം സംഘടിപ്പിച്ചത് ഹൈക്കോടതിയുടെ മുൻ ഉത്തരവിന്റെ ലംഘനമാണെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് എറണാകുളം മരട് സ്വദേശി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുമ്പിൽ ഒരു ഹർജി നൽകിയിരുന്നത്. 2010-ലും 2013-ലുമൊക്കെ ഉണ്ടായിരുന്ന ഹൈക്കോടതി ഉത്തരവുകൾ 2023-ലെ ഉത്തരവുകൾ കൃത്യമായി പാലിക്കുന്നതിൽ വീഴ്ചയുണ്ടായി എന്നതുൾപ്പെടെയുള്ള വാദങ്ങളായിരുന്നു ഈ ഹർജിയിൽ ഉണ്ടായിരുന്നത്. എന്തായാലും ഹൈക്കോടതി രൂക്ഷമായ വിമർശനമാണ് ഇക്കാര്യത്തിൽ ഉന്നയിക്കുന്നത്. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ: കോടതി ഉത്തരവുകൾ നടപ്പാക്കുന്നതിന് സർക്കാരും ബന്ധപ്പെട്ട നിയമം നടപ്പിലാക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇക്കാര്യത്തിൽ ഒരു അലംഭാവം കാണിച്ചിട്ടുണ്ട്, വീഴ്ച നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സർക്കുലർ കോൾഡ് സ്റ്റോറേജിലാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കോടതി ചോദിക്കുന്നത്. എന്തായിരുന്നു പരിപാടി, ആരൊക്കെ അവിടെ പങ്കെടുത്തിട്ടുണ്ട്, ഏത് തരത്തിലാണ് വഴി തടസ്സമുണ്ടായത് എന്നതുൾപ്പെടെയുള്ള ഈ കാര്യങ്ങളിൽ വിശദമായ ഒരു വാദം മറ്റന്നാൾ വീണ്ടും നടക്കും. എന്തായാലും ഈ വിഷയത്തിൽ ഹൈക്കോടതി ഇപ്പോൾ ഒരു ഇടക്കാല ഉത്തരവ്, പ്രത്യേകിച്ച് SHOയോട്, അവിടുത്തെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറോട്, CIയോട് നേരിട്ട് കോടതിയിൽ മറ്റന്നാൾ ഹാജരാകാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ: കോടതികൾ ഇങ്ങനെ പൊതുജനങ്ങളുടെ വഴി തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് വളരെ ഗൗരവമായി അഡ്രസ്സ് ചെയ്യുന്നത് പോലും ഒരു തരത്തിലും ഗൗരവമായി എടുക്കാതെ, മുഖവിലക്കെടുക്കാതെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് കൊച്ചി കോർപ്പറേഷൻ ഓഫീസിന്റെ മുൻവശത്തുള്ള 2 വശങ്ങളിലും ഇങ്ങനെ കസേരയിട്ട്, അതോടൊപ്പം തന്നെ പനമ്പള്ളി നഗറിൽ മറ്റൊരു പ്രാദേശിക സമ്മേളനം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വളരെ ഗൗരവപൂർവ്വം പരിഗണിക്കുന്നുണ്ട്. ഇത് കുറച്ചുകൂടി ഗൗരവമായി എടുക്കേണ്ട കേസാണെന്നും ഇത് സംബന്ധിച്ച് വളരെ വിശദമായ വാദം കേൾക്കുന്നതിനും മറ്റന്നാൾ ഈ കേസ് മാറ്റിയിട്ടുണ്ട്. എന്തായാലും അന്ന് ഈ വിഷയത്തിൽ അവിടുത്തെ CI നേരിട്ട് ഹാജരാകുകയും അതോടൊപ്പം തന്നെ വിശദമായ മതിയായ രേഖകൾ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാന പോലീസ് മേധാവിയോടും അതോടൊപ്പം തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ തിരുവനന്തപുരം അവരോടും വിശദീകരണം തേടിയിട്ടുണ്ട്. അത് കുറച്ചുകൂടി ഗൗരവമായ സ്വഭാവത്തിൽ, പ്രത്യേകിച്ച് ഇന്ന് ഈ കേസ് പരിഗണിച്ച ജസ്റ്റിസ് അനിൽ K. നരേന്ദ്രൻ, ഡിവിഷൻ ബെഞ്ചിന്റെ അധ്യക്ഷൻ, അദ്ദേഹം കഴിഞ്ഞ തവണ ഈ ഉത്തരവ് പറയുന്ന സമയത്ത് അന്ന് ആ ഡിവിഷൻ ബെഞ്ചിൽ ഉൾപ്പെട്ട ഒരു ജഡ്ജ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഗൗരവ സ്വഭാവത്തിൽ ഈ വിഷയം കോടതി പരിഗണിക്കുന്നുണ്ട്.